وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും പടച്ചിരിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും നാം പടച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അഥവാ ഇസ്ലാമിന്റെ അധ്യാപനം അനുസരിച്ച് നാം എല്ലാവരും, നാം സമ്മതിച്ചാലും വിസമ്മതിച്ചാലും, അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മോട് ചെയ്യാൻ പറയുന്നത് അത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിൽ നിന്ന് മാറി നിൽക്കാനാണോ നമ്മോട് ആവശ്യപ്പെടുന്നത് അതിൽ നിന്ന് മാറി നിൽക്കാൻ കൽപ്പിക്കപ്പെട്ടവർ. നമുക്കിന്ന് ഭൗതിക ജീവിതത്തിൽ എത്ര തന്നെ സമ്പാദ്യമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ പണക്കാരനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ കച്ചവട സാമ്രാജ്യങ്ങൾ തന്റെ കീഴിലുണ്ടെന്ന് പറഞ്ഞാലും, അള്ളാഹുവിന്റെ അരികിൽ നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അള്ളാഹുവിന്റെ അരികിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു അടിമയുടെ സ്ഥാനമാണ്. അള്ളാഹുവിന്റെ അരികിൽ നാം ഒരു അടിമയാണ്. നമുക്കിന്ന് എന്ത് തന്നെ ഉണ്ടെങ്കിലും നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നാം ആരും ഉണ്ടായിരുന്നില്ല. അള്ളാഹു പറയുന്നത് പോലെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ഷൈഅൻ മസ്കൂറാ. ഒരു കാലം മനുഷ്യ നിനക്ക് കടന്നുപോയിട്ടുണ്ട്, അന്ന് നീ പറയപ്പെടുന്ന ഒരു വസ്തുവായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങൾ, 30 വയസ്സായവർ, 40 വയസ്സായവർ, പ്രിയപ്പെട്ടവരെ, ഈ വർഷങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്? ഇനി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്ത് തന്നെ നമുക്കുണ്ടെങ്കിലും, എന്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നശിച്ചു പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ലാത്തവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഈ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സംസാരം കേൾക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും നമുക്ക് സാധിക്കുന്ന ഏതാനും ചില ഇബാദത്തുകൾ ചെയ്യാറുണ്ട്. നിസ്കരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട്, സകാത്ത് നൽകുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ സൽക്കർമ്മങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും പല ആളുകളുടെയും മനസ്സിൽ പോലും ചിന്ത പോകാത്ത ഒരു കാര്യം, ഇസ്ലാം വളരെ പ്രാധാന്യം നൽകി പഠിപ്പിച്ച ഒരു വിഷയം, അതെന്താണ്? ലസ്സത്തു ത്വാഅ. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ചെയ്യുന്ന കർമ്മങ്ങൾ അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം. നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സദഖ നൽകുന്നു, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ സഹോദര, നമ്മുടെ മനസ്സിൽ ഈ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ആസ്വാദനമുണ്ടാകാൻ, സന്തോഷത്തോടെ ചെയ്യാൻ, ഞാൻ ഈ ചെയ്യുന്ന കാര്യം എനിക്ക് സമാധാനം നൽകുന്ന ഒരു കാര്യമാണെന്ന കാഴ്ചപ്പാടിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീനിൽ ഇബ്നു തൈമിയ പറഞ്ഞതായി കൊടുക്കുന്നത് കാണാം, ഇദാ ലം തജിദ് ലിൽ അമലി ഹലാവതൻ ഫീ ഖൽബിക വൻശിറാഹ ഫത്തഹിം. നീ ചെയ്യുന്ന കർമ്മങ്ങൾ, മുസ്ലിമേ, സഹോദര, നീ നിസ്കരിക്കുന്ന നിസ്കാരം, ഇന്ന് രാവിലെ നീ ഫജ്ർ നിസ്കരിച്ചു, നീ ഇതാ ജുമുഅക്ക് വേണ്ടി മസ്ജിദിലേക്ക് വന്നു, നീ ഇന്ന് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാകാം, ഇന്നലെ 5 വക്ത് നിസ്കാരം നീ നിർവഹിച്ചിട്ടുണ്ടാകാം. ഇദാ ലം തജിദ് ലിൽ അമൽ ഹലാവ, നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതിന് മാധുര്യം ആസ്വദിക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, നിന്റെ നിസ്കാരത്തിലൂടെ നിന്റെ മനസ്സിന് സമാധാനം കണ്ടെത്താൻ, നിന്റെ അമലുകളിലൂടെ നിനക്ക് സന്തോഷം ലഭിച്ചിട്ടില്ല എങ്കിൽ, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, ഫത്തഹിം, നീ ചെയ്തിരിക്കുന്ന കാര്യത്തെ നീ ഒന്ന് നോക്കുക, നീ ചെയ്തിരിക്കുന്ന കാര്യത്തെ നീ ആക്ഷേപിക്കുക. ഫഇന്ന റബ്ബ തആല ശകൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ശകൂറാണ്. വളരെ ചെറിയ കാര്യങ്ങൾ നാം ചെയ്താൽ, ചെറിയ അമലുകൾ നമ്മൾ ചെയ്താൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിഫലങ്ങൾ വലിയ വലിയ പ്രതിഫലമാണ്. ശകൂറായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടായിരിക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും മനസ്സിന് അതിന്റെ ആസ്വാദനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിന്റെ അമലിനെ നീ ഒന്ന് പരിശോധിക്കുക എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫമല്ലം ഫഹൈസു ലം യജിദ് ദാലിക്, ഒരുവൻ ആ സന്തോഷം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കേവലം വാക്കുകളിൽ ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഈ കർമ്മങ്ങളെ കുറിച്ച് നാം ഒന്ന് പഠിക്കുക.
നാം ഇന്ന് നിസ്കരിച്ച നിസ്കാരം, നാം ചെയ്യുന്ന കർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ഇതിലൊക്കെ നമുക്ക് ആസ്വാദനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഫഹൈസു ലം യജിദ് ദാലിക്, അത് ലഭിച്ചിട്ടില്ല എങ്കിൽ, ഫഅമലുഹു മദ്ഖൂൽ, അവന്റെ അമലിൽ ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന കർമ്മങ്ങളിൽ ആസ്വാദനത്തോടുകൂടി എന്റെ റബ്ബ് എനിക്ക് വാജിബാക്കിയ കാര്യം ആസ്വദിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ ഇഷ്ടത്തോടെ ചെയ്യാൻ സാധിക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകും? ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ അടുത്ത നിസ്കാരത്തിന്റെ സമയത്തിന് വേണ്ടി കൊതിക്കുന്നവർ, എനിക്ക് അടുത്ത വക്ത് നിസ്കരിക്കുമ്പോഴേക്ക് ആ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നൊരു താല്പര്യം മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകൾ എത്ര പേർ പ്രിയപ്പെട്ടവരെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? ഇബാദത്തുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇബാദത്തുകളുടെ മാധുര്യം കണ്ടെത്തുന്നവർ. നമ്മൾ പലപ്പോഴും മുൻഗാമികളുടെ ചരിത്രങ്ങൾ പറയാറുണ്ട്, സലഫുസ് സാലിഹീങ്ങളുടെ സീറകൾ നമ്മൾ പറയാറുണ്ട്, സഹാബത്തിന്റെ ചരിത്രങ്ങൾ പറയും, താബിഈങ്ങളുടെ ചരിത്രങ്ങൾ പറയും. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ അവർ സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ, അവരനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, അതിന് അവരെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചത്, അവരെ അതിനു വേണ്ടി പാകപ്പെടുത്തിയത് എന്തായിരുന്നു? ലസ്സത്തുൽ ഇബാദ. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അവർ ആസ്വദിച്ചിരിക്കുന്ന ആസ്വാദനം, അവർക്ക് ഏതേത് പ്രയാസങ്ങൾ വന്നാലും ഇബാദത്തുകൾ അവരുടെ മനസ്സിന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവരെ നിസാരമായിരുന്നില്ല. മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി, താബിഈ പണ്ഡിതൻ ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ആദ്യമായി മക്കയിൽ ഇസ്ലാം പ്രകടമാക്കിയ 7ഓളം ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും അടങ്ങുന്ന 7ഓളം ആളുകൾ, അതിൽ പ്രവാചകന്റെ കുടുംബവും അബൂബക്കറിന്റെ കുടുംബവും അവർക്ക് വേണ്ടി താങ്ങും തണലുമായി നിന്നു. മറ്റുള്ള കുടുംബക്കാർ തീരുമാനമെടുത്തു, മറ്റ്5 പേരുടെ കുടുംബക്കാർ തീരുമാനമെടുത്തു, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളെ ശക്തമായി ശിക്ഷിക്കുക തന്നെ വേണം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, സുഹൈബ് റൂമിയെ, അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹയെ, അമ്മാർ ബിൻ യാസിറിനെ, അങ്ങനെയുള്ള സഹാബികളെ, ഖബ്ബാബ് ബിൻ അറസിനെ, 5ഓളം സഹാബികളെ അത് അവർക്ക് മേൽ ശിക്ഷ നടപ്പിലാക്കാൻ മക്കയിലെ കാഫിര്യങ്ങൾ തീരുമാനമെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ ചരിത്രങ്ങൾ നാം പറയാറുണ്ട്, അവരുടെ ചരിത്രങ്ങൾ മിമ്പറുകളിൽ വെച്ച് നാം സംസാരിക്കാറുണ്ട്. അവർ സഹിച്ചിരിക്കുന്ന ത്യാഗം, അവരെ അതിന് പാകപ്പെടുത്തിയത് എന്താണ്? ഒരു തവണയെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കത് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സുമയ്യ ബിൻത് ഖുബ്ബാസ് റളിയല്ലാഹു അൻഹ, അമ്മാർ ബിൻ യാസിറിന്റെ ഉമ്മ റളിയല്ലാഹു അൻ, അദ്ദേഹത്തിന്റെ ഉമ്മ അബൂജഹലിന്റെ കരങ്ങളാൽ കൊല്ലപ്പെടുന്നത് തന്റെ കൺമുമ്പിൽ കണ്ടിട്ടും എന്തുകൊണ്ട് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻ ഈ ദീനിൽ ഉറച്ചു നിന്നു? എന്തുകൊണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹയെ മക്കയിലെ ചുട്ടുകൊള്ളുന്ന മണലിൽ കിടത്തി അവരുടെ ശരീരത്തിൽ ചൂടുള്ള കമ്പി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പടയങ്കി അണിയിച്ചു കൊടുത്ത് ശക്തമായ സൂര്യന്റെ താഴെ ശക്തമായ ചൂടിൽ ശരീരത്തെ പീഡിപ്പിക്കാൻ കിടത്തിയപ്പോൾ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുമയ്യ റളിയല്ലാഹു അൻഹ ഒരു നേരം ചിന്തിച്ചിട്ടില്ല, എനിക്ക് ഈ ദീനെ ഒഴിവാക്കിയാൽ എന്താണ് എന്നെന്തുകൊണ്ട് ചിന്തിച്ചിട്ടില്ല? ഇന്നഹാ ലസ്സത്തുൽ ഇബാദ, അവർ ആസ്വദിച്ചിരുന്നു അല്ലാഹുവിന് വേണ്ടി അവർ ജീവിതത്തിൽ സഹിക്കുന്ന ഓരോരോ വേദനയും അത് ഇബാദത്താണ്. അതിന്റെ ആസ്വാദനം, അതിന്റെ സുന്ദരമായ വശം പ്രിയപ്പെട്ടവരെ അവർക്ക് ആസ്വദിക്കാൻ സാധിച്ചു. സഹാബത്തിന്റെ ജീവിതത്തിൽ നാം ഈ പറയുന്ന കഥകൾ അത് വെറുതെയല്ല. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ഉഹദിന്റെ രണാങ്കളത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു പരാജയം സംഭവിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഉഹദ് ഭൂമിയിലേക്ക് എടുത്തു ചാടുകയും അവിടുന്ന് ഉഹദ് മലയുടെ പിൻഭാഗത്തേക്ക് അനസ് റളിയല്ലാഹു അൻഹു ചെന്ന് അവിടെ പോയി ഇസ്ലാമിന് വേണ്ടി ശക്തമായി പോരാടി അവസാനം അദ്ദേഹത്തിന്റെ ശരീരം ശത്രുക്കൾ ഇഞ്ചിഞ്ചായി മുറിച്ചു മാറ്റി ശരീരത്തിലെ അവയവം മനസ്സിലാകാത്ത രൂപത്തിൽ, മുഖമേതാണെന്ന് തിരിയാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരി റുബയ്യ ബിൻത് നദർ റളിയല്ലാഹു അൻഹ വന്ന് അദ്ദേഹത്തിന്റെ വിരൽ തുമ്പുകൾ നോക്കി ഇതാണ് അനസിന്റെ ശരീരം എന്ന് പറയാൻ അവരെ പ്രോത്സാഹിപ്പിച്ചത് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ലസ്സത്തുൽ ഇബാദ, അല്ലാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ പ്രിയപ്പെട്ടവരെ അവർക്ക് സാധിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ ദിവസത്തിൽ അവിടുന്നേക്ക് അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടപ്പോൾ സ്വന്തം ശരീരം കൊണ്ട് അതിനെ തടുത്ത തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ ഒരു വാൾ ഉയർത്തിക്കൊണ്ട് ശത്രുക്കൾക്കിടയിലേക്ക് ഈ വാൾ എടുത്തുകൊണ്ട് പോരാടാൻ ആര് തയ്യാറാകുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തനിക്ക് കുടുംബമുണ്ടെന്നറിഞ്ഞിട്ടും തന്റെ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്നവരുണ്ടെന്നറിഞ്ഞിട്ടും പ്രവാചകന്റെ വാക്ക് കേട്ട് ആ വാള് വാങ്ങി ശത്രുപക്ഷത്തേക്ക് പോയ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം നാം പറയാറുണ്ട്. ഇവിടെയൊക്കെ നാം ചിന്തിക്കേണ്ട ചിന്ത, നമ്മുടെ ചോദ്യം എന്തായിരുന്നു അവരെ ഇതിന്
പാകപ്പെടുത്തിയത്? എന്തുകൊണ്ട് അവർ ഇത് ചെയ്തു? ഇന്നഹാ ലസ്സത്തുൽ ഇബാദ, അവർ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അവരതിൽ ആസ്വാദനം കണ്ടെത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് സഹാബികൾ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യം. നമ്മൾ ഇന്ന് അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ മാധുര്യം കണ്ടെത്താൻ, നിസ്കാരത്തിലേക്കൊന്ന് കൊതിക്കാൻ, ഒന്ന് അസറിന്റെ സമയമായിരുന്നുവെങ്കിൽ എന്ന് പറയാൻ, ഒന്ന് മഗ്രിബിന്റെ സമയമായിരുന്നുവെങ്കിൽ എന്ന് പറയാൻ, എനിക്കൊരു നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, സദഖ നൽകാൻ പറ്റിയെങ്കിൽ, ഒരു സദഖ ചെയ്താൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരു സദഖ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞ് അതിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ആ ഇബാദത്തിന്റെ മാധുര്യം നമുക്കില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ആളുകൾ ഇബാദത്തുകൾക്ക് മാധുര്യം കണ്ടെത്തുക എന്നൊരു വിഷയം പലപ്പോഴും ജീവിതത്തിൽ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ബദലായി മറ്റു പല കാര്യങ്ങളിലും മുസ്ലിമീങ്ങൾ ഇതാ മാധുര്യം കണ്ടെത്തുന്നു. എന്റെ സഹോദരങ്ങൾക്ക് വിഷയം മനസ്സിലാകാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ ദിവസങ്ങളിൽ ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. എത്രയെത്ര ആളുകളെ നമുക്ക് കാണാം. മുസ്ലിമീങ്ങൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ രാത്രിയിൽ ഉറക്കൊഴിവാക്കിക്കൊണ്ട് അവർ രാത്രിയിൽ കളി കാണാൻ വേണ്ടിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാനാകാശത്ത് വെച്ച് ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, എന്നോട് പാപമോചനം ചോദിക്കുന്നവർക്ക് ഞാൻ പാപമോചനം നൽകാമെന്ന് പറയുന്ന ആ സമയം രാത്രിയിൽ കളി കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചിരിക്കുന്ന ആളുകൾ, ഉറക്കൊഴിച്ച് അവിടെ സമയം ചെലവഴിക്കുന്നവർ, അല്ലാഹു ഒന്നാനാകാശത്ത് തന്റെ അടിമകളെ സ്വീകരിക്കാൻ വേണ്ടി ആ സമയം ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും, പ്രിയപ്പെട്ടവരെ, എത്രയെത്ര മുസ്ലിമീങ്ങൾ, എത്രയെത്ര ആളുകളെയാണ് നമുക്കതിന് കാണാൻ സാധിക്കുന്നത്. ആളുകളൊക്കെ കളിയുടെ പിന്നാലെയാണ്. എവിടെയാണ് ഇബാദത്തിന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചത്? എവിടെയാണ് ഇബാദത്തിന്റെ മാധുര്യം പ്രിയപ്പെട്ടവരെ ആസ്വദിക്കാൻ സാധിച്ചത്? തന്റെ വീട്ടിൽ ഒരു പക്ഷേ അവിടെ വേണ്ടതുപോലെ ഭക്ഷണം ഉണ്ടാകണമെന്നില്ല, വീട്ടിലുള്ളവർക്ക് മരുന്ന് വാങ്ങാൻ പണമുണ്ടാകണമെന്നില്ല, അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു വശത്ത് നിൽക്കുമ്പോൾ നാട്ടിൽ ഈ പറയുന്ന ഫുട്ബോൾ കളിക്കാരുടെ കട്ടൗട്ട് വെക്കാൻ വലിയ സമ്പാദ്യം ചെലവഴിക്കുന്നവർ, അതിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നവർ, ചില പഞ്ചായത്തുകളിൽ അതിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നത് കാരണത്താൽ അവിടെ അറിയിപ്പിറങ്ങി, ഇനി ഇവിടെയുള്ള ആളുകൾ ഇവിടെ കട്ടൗട്ട് വെക്കാൻ പാടില്ല. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ശത്രുതയും ജനങ്ങൾക്കിടയിൽ വെറുപ്പും അവർ ഉണ്ടാക്കി കൂട്ടുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയം ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്ന് ഹൽ മിൻ ദാഇൻ ഫൗജീബ ലഹ്, ദുആ ചെയ്യുന്നവർക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. എത്രയെത്ര പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ ഒരു കല്യാണമുണ്ടെങ്കിൽ രാത്രിയിൽ ആ കല്യാണത്തിന് വേണ്ടി മൈലാഞ്ചിയിടാൻ അവർ ഉറക്കൊഴിവാക്കും, ആ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങാൻ അവർ ഉറക്കൊഴിവാക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ അവരുടെ മനസ്സ് വിസമ്മതിക്കുന്നു. എവിടെയാണ് ഇബാദത്തിന്റെ മാധുര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചത്? എവിടെയാണ് ഇബാദത്തിന്റെ മാധുര്യം, ലസ്സത്തുൽ ഇബാദ എവിടെ നമുക്ക് നഷ്ടപ്പെട്ടത്? സുമയ്യ റളിയല്ലാഹു അൻഹയിൽ നമുക്ക് മാതൃകയുണ്ട്, അമ്മാർ ബിൻ യാസിറിൽ നമുക്ക് മാതൃകയുണ്ട്, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൽ നമുക്ക് മാതൃകയുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ഇതൊക്കെ ആസ്വദിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ കേവലം നിർവഹിച്ചു പോകാനുള്ളത് മാത്രമല്ല, അതിനൊരു മാധുര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മുസ്ലിമീങ്ങൾ മരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ഒരു ദിവസം മരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാഖ തഅമൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. ആര്? മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞവർ, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, മുഹമ്മദ് നബിയാണ് എന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞവൻ, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമാണ് എന്റെ മതമെന്ന് പറഞ്ഞവർ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്റെ കൂട്ടത്തിൽ ഈ സംസാരം കേൾക്കുന്നവരിൽ പ്രിയപ്പെട്ടവരെ, ഈ 3 വാക്കുകൾ പറയാത്തവരായി ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. പക്ഷേ അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ സത്യസന്ധമായി മനസ്സിനോട് ചോദിക്കുക, ഇന്ന് വരെ അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ 3 കാര്യങ്ങൾ ഒരുവനിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈമാനിന്റെ മാധുര്യമില്ല. അങ്ങനെ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഈമാനിന്റെ ബലഹീനതയാണ്. അമലുകൾ ചെയ്യുന്നത് ആർക്കോ വേണ്ടി. ജീവിതത്തിൽ 5 വക്ത് നിസ്കാരം നിസ്കരിക്കുന്നവർ ഒരുപക്ഷെ സമയമായാൽ അങ്ങ് പോയി നിസ്കരിക്കുന്നതിനുപരി ഞാൻ ഈ നിസ്കരിക്കുന്ന നിസ്കാരം നാളെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവരെന്നോട് ചോദ്യം ചെയ്യുന്ന ഈ നിസ്കാരങ്ങൾ
എന്നോട് പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്ത് അതിന്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് ചെയ്യണമെന്നൊരു ചിന്ത പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സുകളിൽ വരുന്നില്ല. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ബിഇദ്നില്ലാഹ് മാധുര്യത്തോടെ അതിന്റെ സുന്ദരമായ വശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും, നിസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും സദഖ നൽകുന്നതാണെങ്കിലും നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണെങ്കിലും നിന്റെ മാതാവിനോട് നല്ല സംസാരിക്കുന്നതാണെങ്കിലും ഏതേത് കാര്യങ്ങൾ നീ ചെയ്യുമ്പോഴും നീ അറിയുക, ഈ ഇബാദത്തുകൾ നിന്റെ റബ്ബുമായി നിന്നെ അടുപ്പിക്കുന്ന ഇബാദത്തുകൾ ഇതിലേക്ക് ഏറ്റവും വലിയ ആവശ്യക്കാരൻ നീ തന്നെയാണ്. നീ ഇത് ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ ഖജനാവിൽ ഒന്നും കുറയാനും കൂടാനുമില്ല. നീ ഇത് ചെയ്താൽ, നീ നിസ്കരിച്ചാൽ, നീ നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് ഖബറിൽ വെച്ച് ചോദ്യമുണ്ടായാൽ നിനക്ക് നല്ല രൂപത്തിൽ മറുപടി പറയാൻ സാധിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്ന ബോധത്തിൽ ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. അവിടെ മറുപടി പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഇബാദത്തുകളിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എത്ര ലളിതമാണ്. ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന 5 വക്ത് നിസ്കാരം, അതിന് നമുക്ക് ആവശ്യമുള്ള സമയം എത്രയാണ്? കൂടി വന്നാൽ ഒരു 50 മിനിറ്റ് 5 വക്ത് നിസ്കാരത്തിന് കൂടി 50 മിനിറ്റ്, ഓരോരോ സമയം 10 മിനിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ആ സമയം നമുക്ക് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വലിയ ഭാരമായി തോന്നുന്നത്? 10 മിനിറ്റ് നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് ഭാരമായി തോന്നുന്നത്? നേരെ മറിച്ച് സ്ക്രീൻ ടൈം ഇന്ന് ഒരാളുടെയും നോക്കിയാൽ, ഫോൺ നോക്കിയിരിക്കുന്ന സമയം പ്രിയപ്പെട്ടവരെ എത്രയധികം സമയമാണ് ഇന്ന് യുവാക്കൾ, യുവതികൾ ഫോൺ ഓരോ വീഡിയോ കാണാനും അതുപോലെ തന്നെ വാട്സപ്പ് നോക്കാനും ഇൻസ്റ്റാഗ്രാം നോക്കാനും എത്ര സമയമാണ് പലരും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇബാദത്തുകൾ ഇത്രയും ഭാരമായി നമുക്ക് അനുഭവപ്പെടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആക്ഷേപിച്ചുകൊണ്ടൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞതുപോലെ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, തഖ്വയുള്ള അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അവർക്കൊഴികെ നിസ്കാരം ഭാരമുള്ളതായിരിക്കും. അവർക്ക് നിസ്കാരം ഭാരം, തഖ്വയുള്ളവരാണെങ്കിൽ അവർക്ക് ഭാരമില്ലാതെ നിസ്കരിക്കാൻ സാധിക്കും. ഇനി നിസ്കാരം നിനക്ക് ഭാരമായി തോന്നുന്നുവെങ്കിൽ നിന്റെ ഈമാൻ നീ പരിശോധിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണത്തിൽ വിശ്വസിക്കുന്നവർ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിസ്കാരം നിനക്ക് ഭാരമാണെങ്കിൽ നിന്റെ ഈമാൻ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഈ സമയം നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ നിസ്കാരം നിനക്ക് ഭാരമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ മുനാഫിഖീങ്ങളാണ് വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ മടിയന്മാരായി നിൽക്കുന്നത് മുനാഫിഖീങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ താക്കീത് നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഷയം നിസാരമല്ല, വിഷയം ഗൗരവമുള്ളതാണ്. നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ആസ്വാദനം കണ്ടെത്താൻ സാധിച്ചേ പറ്റൂ. അതിന് നീ പരിശ്രമിക്കണം, അതിന് നീ പണിയെടുക്കണം. നീ ചെയ്യുന്ന ഇബാദത്തുകൾ നിന്റെ വിജയത്തിന് വേണ്ടിയാണെന്ന ബോധം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം നിങ്ങൾ നോക്കൂ. അവിടുന്ന് എങ്ങനെയാണ് ഇബാദത്തുകളെ നോക്കിക്കണ്ടിരുന്നത്? ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ബിലാലിനോട് പറയുന്നു, അഖിം യാ ബിലാൽ അർഹ്നാ ബിസ്സലാ, ബിലാലെ താങ്കൾ ഇഖാമത്ത് കൊടുക്കുക, താങ്കൾ ബാങ്ക് വിളിക്കുക. നിസ്കാരത്തിലൂടെ നമുക്കിതാ റാഹത്ത് ലഭിക്കാൻ പോവുകയാണ്. നിസ്കാരത്തിലൂടെ റാഹത്ത് ലഭിക്കുന്നവർ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന അവസരം, അതിന്റെ വില മനസ്സിലാക്കിയവർ 5 വക്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ കെട്ടി 5 വക്ത് നിസ്കരിക്കുമ്പോൾ എന്റെ റബ്ബിന്റെ മുമ്പിൽ, എന്നെ പടച്ച എന്റെ റബ്ബിന്റെ മുമ്പിൽ ഈ സമയം ഞാൻ നിസ്കരിക്കുന്നത് ഇത് കേവലം കളി തമാശയല്ല, എന്റെ ജീവിതത്തിൽ ഒരു ഭാഗമായി താൽക്കാലികമായി മാറേണ്ടതല്ല. നാളെ റബ്ബിനോട് വിചാരണ ചെയ്യുന്ന ഈ നിമിഷങ്ങൾ എന്റെ നിസ്കാരത്തിനെ കുറിച്ച് എനിക്ക് ചോദ്യമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയും, അർഹ്നാ ബിസ്സലാ, ബിലാലെ നിസ്കാരത്തിലൂടെ നമുക്ക് റാഹത്ത് കണ്ടെത്താം. മറ്റൊരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുഇല ഖുർറതു ഐനി ഫിസ്സലാ, എന്റെ നിസ്കാരത്തിലാണ് എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മുസ്ലിമീങ്ങൾ, സഹോദരിമാർ, പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്കൂ. വജുഇല ഖുർറതു ഐനി ഫിസ്സലാ, എനിക്ക് നിസ്കരിക്കുമ്പോൾ കൺകുളിർമ ലഭിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് കൺകുളിർമ എന്ന് പറഞ്ഞാൽ? കണ്ണിന് കുളിർമ ലഭിക്കും, മനസ്സിന് സമാധാനം ലഭിക്കും. 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഏതേത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, ഏതേത് പ്രയാസമുണ്ടായാലും അവിടെ എനിക്ക് സാന്ത്വനം നൽകാൻ, എനിക്ക് സമാധാനം നൽകാൻ 2 റക്അത്ത് നിസ്കാരത്തിന് സാധിക്കണം. അതാണ് മുഅ്മിൻ, അതാണ് പ്രിയപ്പെട്ടവരെ മുഅ്മിൻ, അതാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ സഹാബികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കി, ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അതെനിക്ക് വേണ്ടിയുള്ളതാണ്,
എനിക്ക് വേണ്ടിയുള്ളത്. ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു, ഇനി ഉച്ചക്ക് കഴിക്കും, രാത്രി കഴിക്കും, നാളെ ഭക്ഷണം കഴിക്കും. എന്റെ ജീവിതത്തിലെ ആവശ്യമാണ് ഈ ഭക്ഷണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഇബാദാത്തുകൾ. ജീവിതത്തിലെ ആവശ്യമായി അതിനെ പരിഗണിക്കണം. അത് ഒരു ഡെയിലി റുട്ടീനായി പോകേണ്ട കാര്യമല്ല. ജീവിതത്തിൽ ആവശ്യമായ ഇബാദത്തുകളെ നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ നിനക്ക് ആവശ്യമാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം. നീ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നിനക്ക് വേണ്ടിയുള്ളതാണ്. അത് നീ ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ മാധുര്യം നിനക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അത് നിനക്കില്ല എങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ എന്താണ് നീ മറുപടി പറയുക? സഹാബത്തിന്റെ ജീവിതം നിങ്ങൾ നോക്കൂ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു സാഖിയൽ ഖൗം ഫീ ബൈതി അബി തൽഹ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മദ്യം വിളമ്പലായിരുന്നു എന്റെ ജോലി. മദ്യം വിളമ്പുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശരിക്കും ചിന്തിക്കുക. അങ്ങനെ ഒരു ദിവസം ഞാൻ മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്ന് ഉറക്കെ ഒരു ശബ്ദം കേട്ടു. ആരോ എന്ത് വിളിച്ചു പറയുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അനസിനോട്, തന്റെ അരികിൽ ജോലി ചെയ്യുന്ന അനസിനോട് പറഞ്ഞു, അനസേ, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, താങ്കളൊന്ന് പോയി നോക്കുക. അനസ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ചെന്നു. അബൂ തൽഹയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അബൂ തൽഹ, പുറത്ത് വിളംബരം നടക്കുന്നത് മദ്യം വിലക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. മദ്യം വിലക്കപ്പെട്ടിരിക്കുകയാണ്. മദ്യശാലയിൽ നിന്ന് മദ്യം വിളമ്പുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അവിടെയുള്ള ജോലിക്കാരൻ, അതിന്റെ ഉടമയായ അബൂ തൽഹയോട് പറയുന്നു, മദ്യം വിലക്കപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളിൽ അവർ കണ്ടിരിക്കുന്ന ആനന്ദം നിങ്ങൾ ചിന്തിക്കൂ. അല്ലാഹു ഒരു കാര്യം വിലക്കി എന്ന് കേട്ടപ്പോൾ അവിടെ അബൂ തൽഹ മറ്റൊന്നും ചിന്തിച്ചില്ല. അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫഅഹ്രിഖഹ. അനസേ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞുവെങ്കിൽ ഇവിടെയുള്ള മദ്യക്കുപ്പികൾ അതൊക്കെ തെരുവ് വീതികളിൽ ഒഴുക്കിക്കളയുക എന്ന് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിലൊരു മാധുര്യം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. ഒരു പക്ഷേ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ മാറണമെന്ന് കരുതിയാൽ മാറാൻ സാധിക്കണമെന്നില്ല. ഹില്യത്തുൽ ഔലിയായിൽ സാബിത് അൽ ബുനാനി റഹിമഹുള്ള പറഞ്ഞതായി കാണാം, കാബത്തു സ്വലാത്ത 20 സന, 20 വർഷത്തോളം എന്റെ നിസ്കാരം നന്നാക്കാൻ ഞാൻ പരിശ്രമിച്ചപ്പോൾ തനഅംതു ബിഹാ 20 സന, അതിനുശേഷമുള്ള 20 വർഷം എനിക്ക് നന്നായി നിസ്കരിക്കാൻ, അതിൽ ആസ്വാദനം കണ്ടെത്താൻ എനിക്ക് സാധിച്ചു എന്ന് മഹാനായ താബിഈ പണ്ഡിതൻ സാബിത് അൽ ബുനാനി റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലം ചെയ്തു പോകുന്ന ഇബാദത്തുകൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അതിലേക്ക് ചിന്ത കൊടുക്കാതെ, അതിന്റെ മാധുര്യത്തെ കുറിച്ച് ചിന്തിക്കാതെയാണ് നാം ചെയ്തതെങ്കിൽ ഇന്ന് മുതൽ തീരുമാനമെടുക്കുക. ഇന്നത്തെ ജുമുഅ നിസ്കാരം അത് നിസ്കരിക്കുമ്പോൾ അതിന്റെ മാധുര്യം കണ്ടെത്താൻ, എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തിൽ നിൽക്കാൻ, എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ഇത് നിർവഹിക്കുമ്പോൾ പരലോകത്ത് എന്നെ വിജയിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധ്യത്തിൽ പ്രിയപ്പെട്ടവരെ അമലുകൾ ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. നമുക്കെല്ലാ നന്മകളും ചെയ്യാൻ സാധിക്കണമെന്നില്ല, എല്ലാ നന്മകളും ഒരാൾക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നിനക്ക് ഒരു നന്മയിൽ താല്പര്യമുണ്ടെങ്കിൽ അത് നീ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, അതിന്റെ മാധുര്യം നീ ആസ്വദിക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാര ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ബിലാൽ, ഹദ്ദിസ്നി ബി അർജഅ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ബിലാലെ, നീ ചെയ്തിരിക്കുന്ന നിനക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ഇബാദത്തിനെ കുറിച്ച് എനിക്ക് നീ പറഞ്ഞു തരണം. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ശേഷം പ്രവാചകൻ പറയുന്നു, ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. കാരണം നിന്റെ ചെരുപ്പിന്റെ ശബ്ദം സ്വർഗ്ഗത്തിൽ എന്റെ മുമ്പിലായി ഞാൻ കേട്ടിട്ടുണ്ട് ബിലാലെ. അതുകൊണ്ട് നീ ചെയ്യുന്ന ഏറ്റവും നിനക്ക് പ്രതീക്ഷയുള്ള നിന്റെ കർമ്മം ഏതാണെന്ന് പറഞ്ഞു തരണം. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, മാ അമിൽതു അമലൻ അർജഅ ഇൻദി അന്നി ലം അതതഹർ തഹൂറൻ ഫീ സഅതി ലൈലിൻ ഔ നഹാർ ഇല്ലാ സല്ലൈതു ബിദാലിക അത്തഹൂർ മാ കുതിബ ലി അൻ ഉസല്ലി. പ്രവാചകരെ, എനിക്ക് ഏത് സമയം വുളൂ ചെയ്യാൻ അല്ലെങ്കിൽ ജനാബത്ത് നീക്കാൻ, ശുദ്ധി സ്വീകരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അത് കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കാറുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നിസ്കരിക്കും. അദ്ദേഹത്തിന് അതിലായിരുന്നു പ്രതീക്ഷ. അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ ശബ്ദം സ്വർഗ്ഗത്തിൽ കേട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമലുകളെ നിസ്സാരവൽക്കരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്തിനോടാണ് താല്പര്യം അതിലേക്ക് നിങ്ങൾ മുന്നിടുക. നിസ്കാരത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിസ്കാരങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അസ്കാറുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കുക. രാത്രി നിസ്കാരങ്ങളിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുള്ള പറഞ്ഞതായി അൽ മുജാലസ എന്ന കിതാബിൽ കാണാം, അഹ്ലുൽ ലൈലി ഫീ ലൈലിഹിം അലസ്സു മിൻ അഹ്ലിൽ ലഹ്വി ഫീ ലഹ്വിഹിം. രാത്രികാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിരിക്കുന്ന
ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നവർ, പബ്ബിൽ പോയി സമയം കളയുന്നവർ, അവർ ആസ്വദിക്കുന്ന ആസ്വാദനത്തെക്കാളും വലിയ ആസ്വാദനമാണ് രാത്രികാലങ്ങളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുന്നവർ അനുഭവിക്കുന്ന ആസ്വാദനമെന്ന് അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറയുന്നു. ശേഷം അദ്ദേഹം പറയുന്നു, വലൗലൽ ലൈൽ മാ അഹ്ബബ്തുൽ ബഖാ, രാത്രി എന്ന് പറയുന്ന ഒന്നില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാനേ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. രാത്രി നിസ്കാരങ്ങളുടെ മാധുര്യം അവർ മനസ്സിലാക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അത് മുറുകെ പിടിക്കാൻ തയ്യാറായി. എത്ര ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദഖയെ കുറിച്ച് പറഞ്ഞു. മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ എന്ന ഖുർആനിലെ ആയത്ത് അവതരിച്ചു. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ചിലവഴിക്കുന്നത് എന്ന് ചോദിച്ച് അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങിയപ്പോൾ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തുണ്ടായിരുന്നു. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാനാണോ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ അബൂ ദഹ്ദാഹ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാനാണ്. ശേഷം അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ആ കരങ്ങളൊന്ന് നീട്ടിയാലും. പ്രവാചകൻ കരങ്ങൾ നീട്ടിയപ്പോൾ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, പ്രവാചകരെ, എന്റെ സമ്പാദ്യമായ ഈ വലിയ ഈന്തപ്പനത്തോട്ടം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ നൽകാൻ ഞാൻ തയ്യാറാവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, 600ഓളം ഈന്തപ്പന തടികളുള്ള ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ അദ്ദേഹം നൽകി. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ശേഷം ആ തോട്ടത്തിലേക്ക് വന്നു. ആ തോട്ടത്തിൽ അവരുടെ ഭാര്യയുണ്ടായിരുന്നു, അവരുടെ മക്കളുണ്ടായിരുന്നു. ഭാര്യയോടും മക്കളോടും പറയുകയാണ്, ഞാൻ ഈ തോട്ടം ഇതാ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയാണ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുകയാണ്. ഈ തോട്ടത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കലും പറഞ്ഞില്ല, എന്തുകൊണ്ട് താങ്കൾ ഇത് നൽകിയെന്ന് ചോദിച്ചില്ല, നമ്മുടെ മക്കൾക്ക് ഈ തോട്ടം വേണ്ട എന്ന് ചോദിച്ചില്ല. മറിച്ച് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇബാദത്തിന്റെ മാധുര്യം ആസ്വദിച്ചവർ, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്യാൻ താല്പര്യം കാണിച്ചവർ, അവരുടെ ഭാര്യ അവരോട് പറഞ്ഞു, ലാഭകരമായ കച്ചവടമാണ് അബൂ ദഹ്ദാഹ് താങ്കൾ നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് താങ്കൾ ഇതിൽ ഖേദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തോട്ടത്തിൽ നിന്ന് മാറിക്കൊടുത്തു. അദ്ദേഹം മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, കം മിൻ റിദ്ഖിൻ റദാഹിൻ ലിഅബി ദഹ്ദാഹി ഫിൽ ജന്ന, അബൂ ദഹ്ദാഹ് നൽകിയിരിക്കുന്ന തോട്ടം കാരണത്താൽ അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്ന ഈന്തപ്പന കുലകൾ എത്രമാത്രമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നന്മയിൽ നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ അതിൽ മുന്നിടാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇബാദത്തുകളുടെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിനിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും സുന്നത്താക്കിയ കാര്യങ്ങളാണെങ്കിലും ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക, ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക. തിന്മകളിൽ നിന്ന് മാറി നിന്ന് ഇതെന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത് എന്റെ പരലോകം നന്നാകാനാണ് എന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുക. ചില സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, ചില ആളുകൾ ചോദിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ ചിന്തിക്കും, ഞാൻ ഇത്ര തെറ്റുകൾ ചെയ്തിട്ടും ഇത്ര തിന്മകൾ ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. സുഖായി ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നു, അത്തരക്കാരോട് പറയാനുള്ള മറുപടി, നിനക്ക് ബാധിച്ചിരിക്കുന്ന മുസീബത്ത് എന്താണെന്ന് നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. മുസീബത്ത് ഇല്ലാത്തത് കൊണ്ടല്ല, നിനക്ക് ബാധിച്ചിരിക്കുന്ന മുസീബത്ത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. കാരണം അതിലേറ്റവും വലിയ മുസീബത്ത് എന്ന് പറയുന്നത് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് മുൻകാലഘട്ടത്തിലെ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം, അലൈസ ഖദ് ഹറംതുക ഹലാവത മുനാജാതി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ മുസീബത്താണ്. നമ്മൾ നിസ്കരിക്കുന്നു, പക്ഷെ നിസ്കാരത്തിന്റെ മാധുര്യം നമുക്കില്ല. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു, പക്ഷെ അതിന്റെ മാധുര്യം നമുക്കില്ല. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ മുസീബത്ത്. അതുകൊണ്ട് ഇബാദത്തുകൾ ആസ്വദിച്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. ചെയ്യുന്ന ഇബാദത്തുകൾ ബോധത്തോടെ എന്റെ റബ്ബെന്നെ കാണുന്നു എന്ന ബോധത്തിൽ നിർവഹിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നല്ല ഇബാദത്തുകൾ ഉള്ളവരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഉന്നതമായ സ്ഥാനങ്ങളാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഇന്ന ഫി ദുനിയ ജന്നതൻ മൻ ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, ദുനിയാവിലുള്ള ഈ സ്വർഗ്ഗത്തിൽ, എന്താണ് ദുനിയാവിലുള്ള സ്വർഗം?
അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ആസ്വാദനത്തോടെ ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ പരലോകത്തുള്ള സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ അതിന്റെ ആസ്വാദനം കണ്ടെത്താൻ നാം ശ്രമിക്കുക. റബ്ബിനോട് ഇന്നു മുതൽ ദുആ ചെയ്യുക, അല്ലാഹുവേ എനിക്ക് ഇബാദത്തുകളുടെ ആസ്വാദനം നൽകണം. കേവലം നിസ്കാരം നിർവഹിച്ചു പോകുന്നവരായി മാറരുത്, മറിച്ച് ഇബാദത്തിന്റെ ആസ്വാദനത്തോടുകൂടി ഒരു നിസ്കാരം നിസ്കരിച്ചാൽ അടുത്ത നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകാൻ, അടുത്ത നിസ്കാരത്തിന് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. അതൊക്കെയായിരുന്നു സഹാബത്തിന്റെ ജീവിതം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അവർ എങ്ങനെയാണോ ജീവിച്ചത്, അവരെങ്ങനെയാണോ കാണിച്ചു തന്നത്, അതുപോലെ ജീവിക്കുന്നവർക്കാണ് പ്രിയപ്പെട്ടവരെ സന്മാർഗമുള്ളത്. അതല്ലാതെ തോന്നിയതുപോലെ ജീവിച്ച് തോന്നിയതുപോലെ നടന്ന് എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചുപോയാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ദിവസം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ദിവസത്തെ നിങ്ങൾ ഭയക്കുക എന്ന് അള്ളാഹു താക്കീത് നൽകിയതിനെ നാം ഓരോരുത്തരും പേടിക്കുക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഫഅമലൂ ലിആഖിറതികും, അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, സഹോദരിമാരെ, ഫഅമലൂ ലിആഖിറതികും, നിങ്ങൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക. നിസ്കാരങ്ങളിൽ, നിങ്ങളുടെ ഇബാദാത്തുകളിൽ അള്ളാഹു കാണുന്നു എന്ന ബോധത്തിൽ, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇത് പരലോകത്ത് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാവുക. ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ എന്ത് തന്നെ നിങ്ങൾക്കുണ്ടെങ്കിലും, ഏതൊക്കെ സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, അത് നശിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശേഷം അദ്ദേഹം പറയുന്നു, ഫഇന്നഹു മൻ അമല ലിആഖിറതി കഫാഹു അല്ലാഹു അംറ ദുനിയാ, പരലോകത്തിന് വേണ്ടി പണിയെടുത്ത ആളുകൾ അവരുടെ ദുനിയാവിന്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊള്ളും. അവരുടെ ദുനിയാവിന്റെ കാര്യം റബ്ബ് നോക്കും. അബൂ ദഹ്ദാഹിന്റെ ചരിത്രം നമുക്ക് പാഠമാണ്. അല്ലാഹുവിന് വേണ്ടി നൽകി, അത് കാരണത്താൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ വിഭവങ്ങൾ നൽകി. ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് നേരെ വരുന്ന അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് തടുത്ത തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് പാഠമാണ്. അദ്ദേഹം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഷഹീദിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തൽഹയെ നിങ്ങൾ നോക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിക്കുമ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ചവർ അവർ ഈ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് നിസ്സാരമായ 1-2 ദിവസങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഇബാദത്തുകൾ അവർ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന സ്ഥാനം, ആരാധനകൾക്ക് അവർ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന സ്ഥാനം, എത്രമാത്രം ഇബാദത്തുകൾ അവർ ആസ്വദിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യുക. ഇബാദത്തുകളിൽ മാധുര്യം കണ്ടെത്താൻ, റബ്ബ് നമ്മെ സഹായിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പിശാചിന്റെ മാർഗങ്ങളെ നാം അവഗണിക്കുക, അള്ളാഹുവിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണെന്ന ബോധം സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين في كل مكان. اللهم كن لهم ناصرا ومعينا ومؤيدا وظهيرا. اللهم من أرادنا وأرادهم بسوء فأشغله بنفسه واجعل تدبيره تدميرا عليه يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين.